ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ മോശം പ്രകടനത്തിന്റെ സാഹചര്യത്തിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപായി ഇന്ത്യൻ ഏകദിന ടീമിൽ അഴിച്ചുപണിക്ക് സാധ്യത. പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ലെങ്കിലും ചാമ്പ്യൻസ് ട്രോഫി ലക്ഷ്യമിട്ടാണ് ഇന്ത്യ പദ്ധതികൾ തയ്യാറാക്കുന്നത്. ശ്രീലങ്കൻ പര്യടനത്തിൽ ഇന്ത്യൻ ബാറ്റർമാർ ഒന്നടങ്കം പരാജയമായ സാഹചര്യത്തിൽ ടീമിനുള്ളിൽ അഴിച്ചുപണിയുണ്ടാകുമെന്ന സൂചനയാണ് പരിശീലകനായ ഗൗതം ഗംഭീർ നൽകുന്നത്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി 2025 ഫെബ്രുവരിയിൽ ഇംഗ്ലണ്ടിനെതിരെ 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര മാത്രമാണ് ഇന്ത്യ കളിക്കുന്നത്. ഈ പരമ്പരയിലെ പ്രകടനം വിലയിരുത്തിയായിരിക്കും ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ തെരഞ്ഞെടുക്കുക. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ എന്നീ താരങ്ങൾ മാത്രമേ നിലവിൽ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളൂ. അതിനാൽ തന്നെ ഇംഗ്ലണ്ട് പരമ്പരയിൽ മികച്ച പ്രകടനങ്ങൾ പ്രകടിപ്പിച്ചാൽ മാത്രമേ മറ്റു താരങ്ങൾക്ക് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം നേടാനാകൂ. വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കും. KL രാഹുൽ കഴിഞ്ഞ പരമ്പരയിൽ നിരാശപ്പെടുത്തിയതോടെ മധ്യനിരയിൽ സഞ്ജു സാംസന് അവസരം ലഭിച്ചേക്കും. ഹർദിക് പാണ്ഡ്യ കൂടി ടീമിൽ തിരിച്ചെത്തുന്നതോടെ ടീം കൂടുതൽ ശക്തമാകും. എന്നാൽ കൂടുതൽ മത്സരപരിചയമുള്ള ശ്രേയസ് അയ്യർ, KL രാഹുൽ എന്നിവർക്ക് ടീമിൽ ഇടം നേടാനായില്ലെങ്കിൽ അത് ടീമിന്റെ കിരീട സാധ്യതയെ ബാധിക്കാൻ സാധ്യതയേറെയാണ്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.